വിശുദ്ധ ഖുർആനിൻ്റെ ക്രമം എന്ന് പറയുന്നത് വളരെ അമാനുഷികമാണ്. ഒരു ഗ്രന്ഥം ആരംഭിക്കുകയാണ് അല്ലേ? സൂറത്തുൽ ഫാത്തിഹ എന്ന ആമുഖം കഴിഞ്ഞു, പ്രവേശിക കഴിഞ്ഞു, പിന്നെ ഒന്നാം അധ്യായം ആരംഭിക്കുകയാണ്. ഒന്നാം അധ്യായം ഫാത്തിഹ തന്നെയാണ്, പക്ഷെ ഖുർആനിൻ്റെ ഒരു ആമുഖമാണല്ലോ, ഒരു പ്രവേശികയാണല്ലോ ഫാത്തിഹ. അതിൻ്റെ ശേഷം സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നു. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ്. ഒരു ഗ്രന്ഥം ആരംഭിക്കുന്നത് ആ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ആളുകൾക്ക് പരിചയമില്ലാത്ത ഒരു ശൈലിയാണ് അല്ലേ? വിശുദ്ധ ഖുർആനിൻ്റെ അധ്യായങ്ങൾ 114 അധ്യായങ്ങളുണ്ട്. 114 അധ്യായങ്ങളും ഒരേ വലിപ്പമുള്ളവയല്ല. ആദ്യ അധ്യായങ്ങൾ വലിപ്പം കൂടുതൽ, പിന്നീട് ഇങ്ങനെ കുറഞ്ഞു വരുന്ന ഒരു ക്രമമാണ് നമ്മൾ കാണുന്നത്. ഇത് മുൻപ് ഒരു ഗ്രന്ഥത്തിനും പരിചയമുള്ള കാര്യമല്ല. ഈ 114 അധ്യായങ്ങൾക്കും ഒരു പേരുണ്ട്, ചിലതിന് ഒന്നിലധികം പേരുകളുണ്ട്. പക്ഷേ ആ പേരുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമല്ല അധ്യായത്തിലുള്ളത്. അല്ലെങ്കിൽ പേരിനൊരു പേരാകും എന്ന് നമുക്ക് പലപ്പോഴും തോന്നിപ്പോവുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 3 അധ്യായങ്ങളുടെ പേരുകൾ ഒരിക്കൽ പോലും ആ അധ്യായത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുമില്ല. ഏതൊക്കെയാണ് ആ വചനം? സൂറത്തുൽ ഇഖ്ലാസ്. ഇഖ്ലാസ് എന്നത് സൂറത്തുൽ ഇഖ്ലാസിലില്ല. സൂറത്തുൽ ഫാത്തിഹയിൽ ഫാത്തിഹ എന്നൊരു പദമില്ല. സൂറത്തുൽ അംബിയാക്കളുടെ ചരിത്രം അതിലുണ്ട്, പക്ഷെ അംബിയ എന്നൊരു പദം അതിൽ കാണുക സാധ്യമല്ല. മറ്റു അധ്യായങ്ങളിലൊക്കെ ആ അധ്യായങ്ങളുടെ പേര് പലയിടത്തായി അല്ലെങ്കിൽ ചിലയിടത്ത് ഒരിടത്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ സൂറത്തുൻ നഹൽ, തേനീച്ചയുടെ പേരിലൊരു അധ്യായമുണ്ട്. ആ അധ്യായം തേനീച്ചയെക്കുറിച്ച് ഉള്ള A to Z കാര്യങ്ങൾ പറയുന്ന ഒരു ഡിക്ഷണറിയോ ഒരു എൻസൈക്ലോപീഡിയയോ അല്ല. കാരണം ഇത് നിങ്ങൾക്ക് പരിചിതമല്ലാത്ത ഒരു ഗ്രന്ഥമാണ്. ഇത് മറ്റു ഗ്രന്ഥങ്ങളെ പോലെയല്ല. വിശുദ്ധ ഖുർആനിൻ്റെ ഒരു ശൈലി മനസ്സിലാക്കാനുള്ള ഒരു ഉപമ പറഞ്ഞ് നമുക്ക് ഈ ഭാഗം വേണമെങ്കിൽ അവസാനിപ്പിക്കാം. ആളുകൾക്കൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരു കൗതുകമുളവാക്കുന്ന കാര്യമായിരിക്കും അത്. എന്താണ് ഖുർആനിൻ്റെ ഈ ശൈലിയുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്? അതിനു മുമ്പ് 2 കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ നമുക്ക് വേണം. പ്രഭാഷണവും PPT പ്രസൻറ്റേഷനും. എന്താണൊരു വിഷയാധിഷ്ഠിതമായ ഒരു സെമിനാർ പേപ്പർ പ്രസൻറ്റേഷൻ, ഒരു PPT പ്രസൻറ്റേഷൻ? അതിൻ്റെ പ്രത്യേകത, അത് കൃത്യമായി വിഷയാവതരണം നടക്കും അല്ലേ? ഒരു വിഷയത്തെ പല ഭാഗങ്ങളായി തിരിച്ച് ഓരോ ഭാഗങ്ങളും ഇങ്ങനെ വിശദീകരിച്ച് പോകും. കേൾക്കുന്നവർക്ക് ഉറക്കം വരും, ബോറടിക്കും. പക്ഷേ ഒരു നോട്ട് എഴുതിയെടുക്കും, അറിവ് വർദ്ധിക്കും. ഇതാണല്ലോ അതുകൊണ്ട് ഉണ്ടാകുക. പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് മാത്രമേ അത് പറ്റൂ. സാധാരണക്കാരനൊക്കെ ഒരു സെമിനാറിൽ പോയിരുന്നാലും ബോറടിക്കും, ഉറക്കം വരും. പക്ഷേ അറിവ് വർദ്ധിക്കും എന്നതാണ് അതിൻ്റെ ഒരു സവിശേഷത. എന്നാലൊരു പ്രഭാഷണമാകുമ്പോഴോ, ഒരു പ്രഭാഷണം അത് എല്ലാ മനുഷ്യർക്കും കേൾക്കാവുന്നതായിരിക്കും. അതാണ് ഏറ്റവും മാതൃകാപരമായ പ്രഭാഷണം. ഈ പ്രഭാഷണത്തിൻ്റെ ശൈലി എങ്ങനെയാണ് ഒരു സെമിനാർ പ്രബന്ധാവതരണത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത്? ഒരു പ്രഭാഷണമാകുമ്പോൾ അതിൽ ഇടയ്ക്ക് കവിതയോ പാട്ടുകളോ ഒക്കെ ഉണ്ടാകും, സദസ്യരെ ബോറടിപ്പിക്കാതിരിക്കാൻ. അതിലിടയ്ക്ക് ഉദാഹരണങ്ങൾ പറയും, തമാശകൾ ഉണ്ടാകും, ശബ്ദം കൂട്ടിപ്പറയും, ശബ്ദം കുറച്ച് പറയും, വ്യത്യസ്ത വിഷയങ്ങൾ അതിൽ ഉണ്ടാകും. അതിൽ വിഷയ വൈവിധ്യങ്ങളുണ്ടാകും, വ്യത്യസ്തമായ ശൈലി, വോയിസ് മോഡുലേഷൻസ് ഉണ്ടാകും, സങ്കടപ്പെടുത്തുന്നതുണ്ടാകും, സന്തോഷിപ്പിക്കുന്നതുണ്ടാകും, ആശയങ്ങളുണ്ടാകും, ചിന്തോദ്ദീപകമായ കാര്യങ്ങളുണ്ടാകും, തത്വങ്ങളുണ്ടാകും. അത് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ഈ പ്രഭാഷണം അവസാനിക്കുമ്പോഴേക്ക് അത് കേട്ടിരിക്കുന്ന ശ്രോതാവിൻ്റെ ഹൃദയത്തിൽ മാറ്റങ്ങളുണ്ടാകും. ഒരു പ്രബന്ധാവതരണം കേട്ടതുകൊണ്ട് അറിവ് വർദ്ധിക്കുമെന്നല്ലാതെ തിരിച്ചറിവ് വർദ്ധിക്കണമെന്നില്ല. ഇൻഫർമേഷൻസ് ഉണ്ടാകും, പക്ഷേ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകണമെന്നില്ല. പ്രഭാഷണം കേൾക്കുന്നൊരു വ്യക്തിയിൽ ഇതിൻ്റെയൊക്കെ സാധ്യത കൂടുതലാണ്. 2 താരതമ്യം ചെയ്യുമ്പോൾ പ്രഭാഷണത്തിൻ്റെ ശൈലിയാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഉപമിക്കാം. കാരണം എന്താ? ഖുർആനിൽ ഇടയ്ക്കിടയ്ക്ക് പദ്യസമാനമായ വരികൾ വരും, ഗദ്യസമാനം. സത്യത്തിൽ ഖുർആനിൻ്റെ വചനങ്ങൾ ഗദ്യമോ പദ്യമോ അല്ല, നോട്ട് പോയട്രി നോർ പ്രോസ്. മറിച്ച് ഇറ്റ്സ് അനദർ ടൈപ്പ്, ഇറ്റ്സ് എ തേർഡ് ടൈപ്പ്, ഇറ്റ്സ് വേഴ്സ്. അത് വചനമാണ്, ഗദ്യമോ പദ്യമോ അല്ല. അതാണ് ആളുകൾക്ക് പരിചിതം. രണ്ടുമല്ല, മറിച്ച് വചനമാണ്, വേഴ്സ്. എന്നാലും അതിൽ കവിതയുടെ സാരാംശമുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന അനേകം വചനങ്ങളുണ്ടാകും. ഇദ ശംസു കുവ്വിറത് വ ഇദൻ നുജൂമു കദറത് വ ഇദൽ ജിബാലു സുയ്യിറത്. അന്ത്യാക്ഷരപ്രാസവും മറ്റു അനേകം പ്രാസങ്ങളുമൊക്കെ ഒപ്പിച്ച ലക്ഷണമൊത്ത കവിതകളുടെ സ്വഭാവത്തിലുള്ള വചനങ്ങൾ ഖുർആനിലുണ്ട്. ഒരു പ്രഭാഷകൻ ഇടയ്ക്ക് കവിത ചൊല്ലുന്നത് പോലെ. ഖുർആനിൽ സാരോപദേശങ്ങളുണ്ട്, ഒരു പ്രഭാഷകൻ ഉണർത്തുന്നത് പോലെ. ചരിത്രങ്ങളുണ്ട്, താൻ പറയുന്ന ആശയം കൂടുതൽ ഗ്രാഹ്യമാകാൻ വേണ്ടി
ചരിത്രങ്ങൾ പ്രഭാഷകൻ പറയുന്നത് പോലെ ഉദാഹരണങ്ങളും ഉപമകളുമുണ്ട്. ഭയപ്പെടുത്തുന്നു, സന്തോഷിപ്പിക്കുന്നു. സ്വർഗത്തെക്കുറിച്ചുള്ള സുവിശേഷമുണ്ടാകും, നരകത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളും ഉണ്ടാകും, ചിന്തോദ്ദീപകമായ പ്രയോഗങ്ങളുണ്ടാകും. അത് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അങ്ങനെ വിശുദ്ധ ഖുർആനിൻ്റെ ഈ അമാനുഷികമായ ശൈലി അത് ജനങ്ങളുടെ ഹൃദയപരിവർത്തനത്തിനുതകും വിധം ഒരു പ്രഭാഷണത്തിനോട് താദാത്മ്യപ്പെടുത്താവുന്ന ഒരു ശൈലിയാണെന്ന് മനസ്സിലാക്കിയാൽ സാധാരണക്കാർക്ക് ഖുർആനിൻ്റെ അസാധാരണമായ ഈ ശൈലിയെ, മറ്റു ഗ്രന്ഥങ്ങളിൽ പരിചിതമല്ലാത്ത ഈ ശൈലിയെ ഉൾക്കൊള്ളാൻ കഴിയും എന്ന് പ്രത്യാശിക്കുന്നു. ഖുർആനിൻ്റെ ശൈലിയുടെ മറ്റൊരു പ്രത്യേകതയാണ് അത് ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നു എന്നത്. നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് അത് അല്പം വിശദീകരിച്ചു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടക്കമുള്ള സഹാബത്തിൻ്റെ ഹൃദയത്തെ അത് എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ട ഒന്നാണ് ഖുർആനിൻ്റെ ആജ്ഞാശേഷി. ഒരു അതോറിറ്റിയുള്ള, അധികാരമുള്ള ഒരു വ്യക്തിത്വത്തിൽ നിന്നും ഉത്ഭവിച്ചതാണെങ്കിൽ മാത്രമേ ഈ ഒരു ആജ്ഞാശേഷി പ്രകടമാകൂ. അല്ലാഹ് പറയാണ്, വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാനാ. അല്ലാഹ് വിധിച്ചു, നിങ്ങൾക്കിനി മാറ്റത്തിന് സാധ്യതയില്ല, നിങ്ങൾക്കിനി ഓപ്ഷനില്ല അനുസരണയല്ലാതെ. അള്ളാഹു വിധിച്ചു, അവനെ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത്, മാതാപിതാക്കളോട് മാന്യമായി പെരുമാറുകയും വേണം. ഇത്തരത്തിൽ ഖുർആനിൽ ധാരാളം പ്രയോഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. കുത്തിബ അലൈക്കും സിയാം, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടു, നിങ്ങൾക്ക് ഓപ്ഷനില്ല. ആ ഒരു ആധികാരികമായ ശബ്ദം, ഒരു ആജ്ഞാശേഷി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ ആവശ്യമുള്ളിടത്തെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഒരു അതോറിറ്റി ഇല്ലാത്ത വ്യക്തിത്വത്തിന് ആത്മവിശ്വാസത്തോടു കൂടി ആജ്ഞാപിക്കാൻ കഴിയില്ല. ഖുർആനിൻ്റെ അമാനുഷികതയുടെ മറ്റൊരു തെളിവായിട്ട് ഈ ആജ്ഞാശേഷിയെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന സമയത്ത് അതിനോട് മാനസികമായി എൻഗേജ് ചെയ്തുകൊണ്ട് വേണം പാരായണം. സ്വർഗവുമായി ബന്ധപ്പെട്ട ഒരു വചനമാണെങ്കിൽ അത് ഓതുന്ന സമയത്ത് അവിടെ എത്തണേ എന്ന് ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും വേണം. അല്ലാഹുമ്മ ജഅൽനാ മഅഹും, അല്ലാഹുമ്മ ജഅൽനാ മിൻഹും. സ്വർഗ്ഗക്കാരെക്കുറിച്ചൊക്കെ ഉള്ള വചനമാണെങ്കിൽ അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കണം. അല്ലാഹുവേ, അവരെ പോലെ ഞങ്ങളെയുമാക്കണമേ. അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലി, അല്ലാഹുമ്മ ജഅൽനാ മിൻ അഹ്ലിഹാ. സ്വർഗത്തിൻ്റെ ആളുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. നരകത്തെക്കുറിച്ചുള്ള വചനമാകുമ്പോഴോ ഭയം നമ്മുടെ ഉള്ളിൽ വേണം, കരച്ചിൽ വരണം, ഹൃദയം വിങ്ങണം. അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻഹും, അല്ലാഹുവേ, ഈ നരകക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തരുതേ. അല്ലാഹുമ്മ ലാ തജഅൽനാ മിൻ അഹ്ലിഹാ, അതിൻ്റെ ആളുകളുടെ കൂട്ടത്തിലും ഞങ്ങൾ നീ ഉൾപ്പെടുത്തരുതേ എന്ന പ്രാർത്ഥന വേണം. അങ്ങനെ ഖുർആനിനോട് എൻഗേജ് ചെയ്തുകൊണ്ട് നാം പാരായണം ചെയ്താൽ, അതൊരു റേഡിയോ പോലെ ഇങ്ങോട്ട് മാത്രം പറയുന്ന ഒന്നായി അതിനെ കാണാതെ നാം അതിനോട് തിരിച്ചും റെസ്പോൺസ്, പുണ്യനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണ രീതി അങ്ങനെയായിരുന്നു. യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാത്ത് എന്ന വചനം ഓതുമ്പോൾ പുണ്യനബി പറയും സുബ്ഹാനല്ലാഹ് എന്ന് പറയുമായിരുന്നു. അങ്ങനെ ഖുർആനിനോട് എൻഗേജ് ചെയ്തുകൊണ്ട്, ഖുർആനിനോട് അങ്ങോട്ടും സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ട് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നൊരു അനുഭൂതിയുണ്ട്. ലോകത്ത് എത്രയെത്ര ഗ്രന്ഥങ്ങളുണ്ട്, ഏത് ഗ്രന്ഥത്തിനാണ് ആ ഹൃദയാനുഭൂതി നൽകാൻ കഴിയുക? അത് അനുഭവിച്ചവർക്ക് ബോധ്യമാകും. അനുഭവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകട്ടെ.